ഉമ്മൻചാണ്ടി അനുസ്മരണത്തിനായി രാഹുൽ ഗാന്ധി എത്തുന്നതിൻ്റെ ദൃശ്യങ്ങൾ. ഉമ്മൻചാണ്ടി രാഹുൽ ഗാന്ധി പുതുപ്പള്ളിയിൽ എത്തിച്ചേർന്നിരിക്കുകയാണ്. ചേട്ടാ പൊങ്ങരുതേ. ചേട്ടൻ നടുക്കാണ്. ഉമ്മൻചാണ്ടിയുടെ 2ാം ചരമവാർഷിക ദിനമാണ് ഇന്ന്. ചടങ്ങുകൾക്കായി എത്തിയതാണ് രാഹുൽ ഗാന്ധി. പുതുപ്പള്ളി സെൻറ് ജോർജ് ഓർത്തഡോക്സ് വലിയപള്ളി ഗ്രൗണ്ടിലെ പന്തലിൽ പൊതുസമ്മേളനമുണ്ട്. പ്രതിപക്ഷ നേതാവ് അടക്കം KPCC അധ്യക്ഷനടക്കമുള്ളവർ അവിടെ ഉണ്ട്. ഗോകുൽ രമേശ് ചേരുന്നു വിവരങ്ങളുമായി. ഗോകുൽ, രാഹുൽ ഗാന്ധി പുതുപ്പള്ളിയിൽ എത്തിച്ചേർന്നിരിക്കുകയാണ്. എന്തൊക്കെയാണ് അദ്ദേഹത്തിൻ്റെ അവിടുത്തെ പ്രധാന പരിപാടികൾ? ഇന്ന് ഉമ്മൻചാണ്ടി അനുസ്മരണവുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ പരിപാടികളാണ് പുതുപ്പള്ളിയിൽ സംഘടിപ്പിക്കപ്പെട്ടിരിക്കുന്നത്? ലക്ഷ്മി ദിനത്തിൽ ഈ ഉമ്മൻചാണ്ടിയുടെ 2ാം മരണദിനവുമായി ബന്ധപ്പെട്ടാണ് പരിപാടിയിൽ പങ്കെടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് രാഹുൽ ഗാന്ധി പുതുപ്പള്ളിയിൽ എത്തിച്ചേർന്നിരിക്കുന്നത്. അല്പസമയം മുമ്പാണ് അദ്ദേഹം കുമരകത്ത് നിന്നും പള്ളിയിലേക്ക് എത്തിച്ചേർന്നത്. ഇവിടെ ഉമ്മൻചാണ്ടിയുടെ കല്ലറയിൽ അദ്ദേഹം പുഷ്പം അർപ്പിച്ചു. അതുകൂടാതെ മെഴുകുതിരി കത്തിച്ച് പ്രാർത്ഥനയും നടത്തുകയുണ്ടായി. അതിനുശേഷം അദ്ദേഹം ഇപ്പോൾ പള്ളിയുടെ ആ ഭാഗത്തേക്ക് പോവുകയാണ്. പള്ളിയിൽ പ്രവേശിക്കുകയാണ്. പള്ളിക്കുള്ളിലേക്ക് പ്രാർത്ഥന നടത്തുന്നതിന് വേണ്ടിയിട്ട് അദ്ദേഹം പ്രവേശിക്കുകയാണ്. ഒപ്പം അതിനുശേഷമായിരിക്കും ഈ പള്ളി അങ്കണത്തിൽ തന്നെ ക്രമീകരിച്ചിട്ടുള്ള പൊതുസമ്മേളനത്തിലേക്ക് അദ്ദേഹം പോകുന്നുണ്ടാവുക. 10 മണിയോടുകൂടി പൊതുസമ്മേളനം ആരംഭിക്കുമെന്നായിരുന്നു പറഞ്ഞിരുന്നത്. എന്തായാലും 10 മണിയോടുകൂടിയാണ് രാഹുൽ ഇവിടെ കല്ലറയിലേക്ക് എത്തിച്ചേർന്നത്. അതിനുശേഷം ഇപ്പോൾ പുതുപ്പള്ളി പള്ളിക്കുള്ളിലേക്ക് അദ്ദേഹം പ്രാർത്ഥനയ്ക്കായിട്ട് കയറുകയാണ്. അതിനുശേഷം അദ്ദേഹം പെട്ടെന്ന് തന്നെ പുറത്തേക്ക് വരും. ശേഷം ഈ പള്ളിയുടെ മുൻവശത്ത് തന്നെ ക്രമീകരിച്ചിട്ടുള്ള പന്തലിലാണ് പൊതുസമ്മേളനം നടക്കുന്നുണ്ടാവുക. ആ സമ്മേളനത്തിൽ ഉദ്ഘാടകനായിട്ടാണ് രാഹുൽ ഗാന്ധി ഇന്നിപ്പോൾ എത്തിച്ചേർന്നിരിക്കുന്നത്. ഒപ്പം ഈ പരിപാടി ഏകദേശം 12 മണിയോടുകൂടി പൂർത്തിയായതിനു ശേഷം റോഡ് മാർഗം തന്നെ അദ്ദേഹം തിരുവനന്തപുരത്തേക്ക് പോകുമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. എന്തായാലും ഇന്നിപ്പോൾ അദ്ദേഹത്തിൻ്റെ സന്ദർശനത്തോടനുബന്ധിച്ച് അതീവ സുരക്ഷാ വലയത്തിൽ തന്നെയാണ് പുതുപ്പള്ളി പള്ളിയും അതിൻ്റെ പരിസര പ്രദേശങ്ങളും ഒക്കെ തന്നെ ഉള്ളത്. പോലീസിൻ്റെയും മറ്റ് സേനകളുടെയും ഒക്കെ നേതൃത്വത്തിൽ വലിയ സുരക്ഷയുണ്ട്. പൊതുജനങ്ങൾക്ക് ഈ പള്ളിയുടെ ഭാഗത്തേക്ക് പ്രവേശനം നിരോധിച്ചിട്ടുണ്ട്. കല്ലറയുടെ ഭാഗത്തേക്കും പ്രവേശനം നിരോധിച്ചിട്ടുണ്ടായിരുന്നു. മുൻകൂട്ടി നിശ്ചയിച്ചിട്ടുള്ള ആളുകൾക്ക് മാത്രമായിരുന്നു ആ ഭാഗങ്ങളിലേക്ക് പ്രവേശനം ഉണ്ടായിരുന്നത്. ബാക്കി ആളുകളെയൊക്കെ തന്നെ പള്ളിയുടെ ഒരു ഭാഗത്തായിട്ട് ബാരിക്കേഡ് വെച്ച് അവിടെ മാറ്റി നിർത്തിയിരിക്കുകയാണ്. പൊതുസമ്മേളനത്തിലേക്ക് ബാക്കി സാധാരണ ആൾക്കാർക്ക് കൂടി പ്രവേശനം അനുവദിക്കുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും അല്പസമയത്തിനകം തന്നെ ആ സമ്മേളനം ആരംഭിക്കും. ആ സമ്മേളനത്തിൽ പ്രധാനമായിട്ടും ഈ ഉമ്മൻചാണ്ടിയുടെ 2ാം ചരമവാർഷികവുമായി ബന്ധപ്പെട്ട കാര്യപരിപാടികളാണ് ക്രമീകരിച്ചിരിക്കുന്നത്. അതായത് ഉമ്മൻചാണ്ടി ഫൗണ്ടേഷൻ ഏർപ്പെടുത്തിയിട്ടുള്ള
അവർ നിർമ്മിച്ചു നൽകുന്ന 11ഓളം വീടുകളുടെ താക്കോൽദാനം ആ ചടങ്ങിൽ വെച്ച് നടക്കുകയുണ്ടാവും. അതുകൂടാതെ ഈ ഉമ്മൻചാണ്ടിയുടെ പദ്ധതിയായിരുന്ന ശ്രുതി തരംഗം എന്ന് പറയുന്ന ഒരു പദ്ധതിയുടെ ഉദ്ഘാടന ചടങ്ങ് കൂടി നടക്കുന്നുണ്ട്. അതായത് കേൾവിശക്തിയില്ലാത്ത കുട്ടികൾക്ക് വേണ്ടിയിട്ട് സജ്ജീകരിച്ചിട്ടുള്ളൊരു പദ്ധതിയാണ്. ആ പദ്ധതിയുടെ ഉദ്ഘാടനവും രാഹുൽ ഗാന്ധി ഇന്നത്തെ ഈ പൊതുസമ്മേളനത്തിൽ വെച്ച് നടത്തുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ ഉമ്മൻചാണ്ടി ഫൗണ്ടേഷനുമായി ബന്ധപ്പെട്ട പല പദ്ധതികളുടെ ഉദ്ഘാടനം ഇതുമായി ബന്ധപ്പെട്ട് നടക്കും. എന്തായാലും ഈ ചടങ്ങിൽ രാഹുൽ ഗാന്ധിക്കൊപ്പം AICCയുടെ ജനറൽ സെക്രട്ടറിമാർ, അതോടൊപ്പം തന്നെ KPCCയുടെ പ്രധാനപ്പെട്ട സംസ്ഥാനത്തെ മുഴുവൻ നേതാക്കളും എത്തുന്നുണ്ട്. ഒപ്പം ബാക്കി കോൺഗ്രസിൻ്റെ മുതിർന്ന നേതാക്കളടക്കം ഈ രാവിലെ തന്നെ ഈ ചടങ്ങിൽ പങ്കെടുക്കുന്നതിന് വേണ്ടിയിട്ട് ഇങ്ങോട്ടേക്ക് എത്തിയിട്ടുണ്ടായിരുന്നു. എന്തായാലും അത്തരത്തിൽ കോൺഗ്രസിൻ്റെ മുതിർന്ന എല്ലാ നേതാക്കളും ഉൾപ്പെടുന്ന രീതിയിൽ തന്നെയാണ് ഈ ഒരു പൊതുപരിപാടി അടക്കം ക്രമീകരിച്ചിട്ടുള്ളത്. എന്തായാലും അതീവ സുരക്ഷാ വലയത്തിൽ തന്നെ ചടങ്ങുകൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. രാഹുൽ ഗാന്ധി അല്പസമയത്തിനകം തന്നെ പള്ളിയിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. ഈ ഉമ്മൻചാണ്ടിയുടെ അനുസ്മരണവുമായി ബന്ധപ്പെട്ട് പ്രധാനപ്പെട്ട ഒരു വിശിഷ്ട ചടങ്ങായിട്ട് ഒരു വിശേഷ കുർബാന പ്രത്യേകം ഇന്ന് പള്ളിയിൽ ഉണ്ടായിരുന്നു. ഓർത്തഡോക്സ് സഭ അധ്യക്ഷനായിട്ടുള്ള മാർത്തോമ മാത്യൂസ് തൃതീയൻ കാതോലിക്ക ബാവയാണ് പള്ളിക്കുള്ളിലെ തിരുച്ചടങ്ങുകൾക്ക് പ്രധാന ശുശ്രൂഷ വഹിക്കുകയുണ്ടായത്, മുഖ്യ കാർമ്മികത്വം വഹിക്കുകയുണ്ടായത്. അതിനുശേഷം ഉമ്മൻചാണ്ടിയുടെ കല്ലറയിലും ഈക പ്രാർത്ഥനകളുണ്ടായിരുന്നു. നേതാക്കന്മാരുടെ നേതൃത്വത്തിൽ തന്നെയായിരുന്നു അവിടെയും പ്രാർത്ഥന നടന്നിരുന്നത്. അതിനുശേഷമാണ് എന്തായാലും ഇപ്പോൾ രാഹുൽ ഗാന്ധി കൂടി അങ്ങോട്ടേക്ക് എത്തി ഒരു ചടങ്ങുകൾക്ക് രാഹുൽ ഗാന്ധി ഇപ്പോൾ പള്ളിക്ക് പുറത്തേക്ക് എത്തിയിരിക്കുകയാണ്. പൊതുപരിപാടി നടക്കുന്ന ആ ഒരു ചടങ്ങിലേക്ക്, ആ ഒരു സമ്മേളന നഗരിയിലേക്ക് പോവുകയാണ്. പന്തലിലേക്ക് അദ്ദേഹം ഇവിടെ നിന്നും അങ്ങോട്ടേക്ക് പോയിട്ടുണ്ട്. അല്പസമയത്തിനകം തന്നെ ആ ഒരു പൊതുസമ്മേളനം ആരംഭിക്കും എന്ന് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. വലിയ സുരക്ഷാ വലയത്തിൽ തന്നെയാണ്, പ്രത്യേകിച്ച് വലിയ തിരക്കുണ്ടാകാത്ത രീതിയിൽ അദ്ദേഹത്തിൻ്റെ സുരക്ഷാ ക്രമീകരണങ്ങളൊക്കെ തന്നെ ഏർപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും അദ്ദേഹം അങ്ങോട്ടേക്ക് പോയിരിക്കുകയാണ്. അല്പസമയത്തിനകം തന്നെ പൊതുസമ്മേളനം അവിടെ താഴെ ആരംഭിക്കും. അതിനു വേണ്ടിയിട്ടുള്ള ക്രമീകരണങ്ങളെല്ലാം പൂർത്തിയായിട്ടുള്ളതായിട്ടാണ് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. പ്രധാനപ്പെട്ട കോൺഗ്രസ് നേതാക്കൾ പരിപാടിയിൽ പങ്കെടുക്കുന്നുണ്ട്. പ്രതിപക്ഷ നേതാവ് VD സതീശൻ അടക്കമുള്ള സംസ്ഥാനത്തെ മുഴുവൻ നേതാക്കളും ഒപ്പം സംസ്ഥാനത്തെ കോൺഗ്രസിന്റെ മറ്റ് യൂത്ത് കോൺഗ്രസ് അടക്കമുള്ള പോഷക സംഘടനകളുടെ നേതാക്കളടക്കം ഈ ഒരു പരിപാടിയിൽ ഭാഗമാവുകയും ചെയ്യുന്നുണ്ട്. എന്തായാലും തദ്ദേശ തെരഞ്ഞെടുപ്പ് അടക്കം വരാനിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ കൂടിയിട്ടാണ് ഇത്തരത്തിലൊരു പരിപാടി നടക്കുന്നത് എന്നുള്ളൊരു പ്രത്യേകത കൂടിയുണ്ട്. അതായത് കോൺഗ്രസിന്റെ ഒരു പ്രചരണത്തിന്റെ തുടക്കം തന്നെയായിട്ട്, അല്ലെങ്കിൽ സംസ്ഥാനത്തെ തുടക്കം തന്നെയായിട്ട് രാഹുൽ ഗാന്ധിയുടെ സന്ദർശനത്തെ മാറ്റുന്നതിന് വേണ്ടിയിട്ടുള്ള കാര്യപരിപാടികളും കാര്യക്രമങ്ങളും ഒക്കെ തന്നെയാണ് സജ്ജീകരിച്ചിട്ടുള്ളതെന്ന് മനസ്സിലാക്കാനായിട്ട് സാധിക്കുകയും ചെയ്യുന്നുണ്ട്. എന്തായാലും ഇനി രാഹുൽ ഗാന്ധി എന്തെല്ലാം കാര്യങ്ങളായിരിക്കും ഇവിടെ പറയുക എന്നുള്ളതാണ് ഇനി ഏറെ ശ്രദ്ധയോടെ നോക്കി കാണേണ്ടത്. ഒപ്പം ചാണ്ടിയുമ്മൻ അടക്കമുള്ള ഉമ്മൻചാണ്ടിയുടെ കുടുംബാംഗങ്ങളും രാവിലെ മുതൽ തന്നെ പള്ളിയുടെ പരിസരത്തുമൊക്കെ തന്നെ ഈ ചടങ്ങുകളുടെ ഭാഗമായിട്ട് ഉണ്ടായിട്ടുണ്ടായിരുന്നു. എന്തായാലും അവരുടെയൊക്കെ നേതൃത്വത്തിൽ നിലവിൽ എന്തായാലും രാഹുൽ ഗാന്ധി അടക്കമുള്ള നേതാക്കളും കൂടി ഇങ്ങോട്ടേക്ക് എത്തിച്ചേർന്നിരിക്കുകയാണ്. പൊതുപരിപാടി അല്പസമയത്തിനകം തന്നെ ആരംഭിക്കും. അതിനു വേണ്ടിയിട്ടുള്ള സജ്ജീകരണങ്ങളൊക്കെ ഒരുക്കങ്ങളും എല്ലാം തന്നെ പൂർത്തിയായിട്ടുള്ളതായിട്ട് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നു. ഞാൻ മുമ്പ് സൂചിപ്പിച്ചു, ഉമ്മൻചാണ്ടി അനുസ്മരണ പരിപാടികൾ നടക്കുകയാണ് കോട്ടയം പുതുപ്പള്ളിയിൽ. ഉമ്മൻചാണ്ടിയുടെ സ്വന്തം പുതുപ്പള്ളിയിൽ രണ്ടാം ചരമവാർഷിക ചടങ്ങുകളാണ് നടക്കുന്നത്. രാഹുൽ ഗാന്ധി പങ്കെടുക്കുന്നു. അതിൻ്റെ തത്സമയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്.